പെഹൽഗാം, ഭൂമിയിൽ വരച്ചു ചേർത്ത സ്വർഗം. ലിഡാർ താഴ്വരയിലെ ഏറ്റവും സുന്ദരമായ പ്രദേശമെന്ന് പെഹൽഗാമിനെ വിശേഷിപ്പിക്കാം. പെഹൽഗാം സ്വിറ്റ്സർലൻഡിന് സമമെന്നാണ് അറിയപ്പെടുന്നത് തന്നെ. അത് എത്രത്തോളം അർത്ഥവത്താണ് എന്ന് ഈ ഭൂപ്രകൃതി കാണാനെത്തുന്നവർക്കെല്ലാം മനസ്സിലായതാണ്. ഓരോ യാത്രികനും പോകാൻ കൊതിക്കുന്ന ഇടം കൂടിയാണ് പെഹൽഗാം. വിശാലമായ പുൽത്തകിടികളും പൈൻമരങ്ങളും ദേവദാരു മരങ്ങളും ഹിമാലയ പർവ്വതങ്ങളും ഒക്കെയായി വർണ്ണിക്കാൻ സാധിക്കാത്ത അത്രയും മനോഹരമായ ഇടം. ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ അതിമനോഹരമായ ഒരു ചെറു പട്ടണമാണ് പഹൽഗാം. ഇന്ത്യയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഏറ്റവും ജനപ്രീതിയുള്ള വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ഇവിടം. അനന്ത്നാഗിൽ നിന്നും 45 കിലോമീറ്റർ അകലെയായി ലിഡാർ നദിയുടെ തീരത്താണ് പഹൽഗാം സ്ഥിതി ചെയ്യുന്നത്. എല്ലാ വർഷവും ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ നടക്കുന്ന അമർനാഥ് യാത്രയുടെ തുടക്കം പഹൽഗാമിൽ നിന്നും 16 കിലോമീറ്റർ അകലെയുള്ള ചന്ദൻവാരിയിൽ നിന്നുമാണ്. ലിഡാർ താഴ്വരയുടെ ഏകദേശം മധ്യത്തിലാണ് ഈ പെഹൽഗാം സ്ഥിതി ചെയ്യുന്നത്. ശ്രീനഗറിൽ നിന്നും 95 കിലോമീറ്റർ ദൂരമുണ്ട് ഇങ്ങോട്ടേക്ക്. സമുദ്രനിരപ്പിൽ നിന്നും 2200 മീറ്റർ ഉയരത്തിലാണ് പെഹൽഗാം. പഹൽഗാമിൽ നിന്നും 5 കിലോമീറ്റർ യാത്രയുണ്ട് ബൈസ്രൺ താഴ്വരയിലേക്ക്. കാൽനടയായോ കുതിരപ്പുറത്തോ ഉള്ള യാത്ര. പാതയുടെ ഇരുവശങ്ങളും പൈൻമരങ്ങളാൽ നിറഞ്ഞ ഇടം. പരവതാനി വിരിച്ച പോലെ കാണാം വിശാലമായ പുൽമേടുകൾ. പൂത്തു നിൽക്കുന്ന ദേവദാരു ചോട്ടിൽ മേഞ്ഞു നിൽക്കുന്ന ആട്ടിൻ കൂട്ടങ്ങൾ. മഞ്ഞുകാലത്ത് താഴ്വര പിന്നെയും സുന്ദരിയാകും. അമർനാഥ് യാത്രയിലെ ആദ്യ വിശ്രമ കേന്ദ്രം കൂടിയാണ് ബൈസരൻ. ആട്ടിടയന്മാരുടെ ഗ്രാമമെന്ന് അറിയപ്പെടുന്ന ഈ ഗ്രാമം മിനി സ്വിറ്റ്സർലൻഡ് എന്ന് അറിയപ്പെടുന്നതിനും ഈ ഭൂപ്രകൃതിയുടെ പ്രത്യേകത വലുതാണ്. ആയിരക്കണക്കിന് ആളുകൾ വന്നെത്തുന്ന ബൈസ്രൻ താഴ്വര പ്രധാനവുമാണ്.
ആ പച്ചപ്പുല്ലുകളിൽ ഇപ്പോൾ ചോര പുരണ്ടിരിക്കുകയാണ്. കാതൊന്നോർത്താൽ അവിടുത്തെ നിലവിളി ശബ്ദം നമുക്ക് അരികിലായി കേൾക്കാം. ബൈശ്രണിയിൽ അശാന്തിയുടെ സൈറൻ മുഴങ്ങുകയാണ്. ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ നാടുകണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണം. പൊറുക്കില്ല. ഇന്ത്യൻ സൈനികരുടെ കരുത്തും മനോബലവും പലകുറി നമ്മൾ കണ്ടതാണ്. മറക്കില്ല. തകർക്കാൻ കഴിയില്ല. പഹൽഗാമിൽ വീണ്ടും വിനോദസഞ്ചാരികൾ ഒഴുകിയെത്തും. കാശ്മീരിലെ സ്വർഗഭൂമി ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. ഭീരുക്കളുടെ ആക്രമണത്തിൽ തളരാതെ നമ്മുടെ ഭാരതം മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. മലയാളി അടക്കം 29 പേരുടെ ജീവന് ഭാരതം കണക്ക് ചോദിക്കുക തന്നെ ചെയ്തിരിക്കും. പഹൽഗാം ഭീകരാക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞ എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും ബാഷ്പാഞ്ജലികൾ.